ജനനേതാക്കളായ വിശിഷ്ട അതിഥികളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ബിനോയ് വിശ്വത്തിനാണ് ഉഴവൂർ വിജയൻ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതെന്ന് അറിയിച്ചപ്പോൾ അത് സഖാവിനോട് പറയാനുള്ള ചുമതല ഞാൻ ഏൽപ്പിച്ചത്. ഞാൻ അത്രയും കരുതിയിരുന്നില്ല. ഞാൻ വിളിച്ച് പറഞ്ഞു, 23 രാവിലെ ഉഴവൂരിലെ ഒരു നേതാവിനെ സ്മരിക്കുകയാണ്. അതാണ് ഉഴവൂർ. ഞാൻ ഇവിടുത്തെ ഇരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്ത് മാത്യു ടി തോമസാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ മുറ്റത്ത് വെച്ചപ്പോൾ ഞാനും മാത്യു ടി തോമസ് മാത്രമല്ല, അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സദാ പിണറായി വിജയൻ ആ കസേരയിൽ വരാനിരിക്കുക. നിങ്ങൾ 3 പേരും പരസ്പരം വിജയനെക്കുറിച്ചാണ് സംസാരിച്ചത്. ആ സംഭാഷണങ്ങളാണ് ഇപ്പോൾ ഞാനൊരു പുറത്തുള്ളത്. അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യന് രാഷ്ട്രീയ മനസ്സുകളിൽ ഇത്രയേറെ സ്നേഹം ആർജിക്കാൻ കഴിയും എന്ന് നമ്മെ പ്രവൃത്തിയിലൂടെ വാക്കുകളിലൂടെ പഠിപ്പിച്ച അപൂർവ വൈഭവമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഉഴവൂർ വിജയൻ. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ പുരസ്കാരം ലഭിക്കുന്നതാകട്ടെ NCPയുടെ രക്ഷകനായി എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിച്ചു പോന്നിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വനാണ്. അദ്ദേഹത്തെ ഇവിടെ പറഞ്ഞതുപോലെ 71 മുതൽ എനിക്ക് പരിചയമുള്ളതാണ്. ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് സ്നേഹം പരസ്പരം കൈമാറിയ തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാരെല്ലാം നേതൃനിരയിലെ സൗഹൃദം പങ്കുവെക്കാൻ ഈ ദിനം അവിസ്മരണീയമാക്കി മാറ്റാൻ സഹായിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് പുരസ്കാര ജേതാവായ ശ്രീ ബിനോയ് വിശ്വത്തിന് ഇനിയും ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഇതിന് തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും ചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നമസ്കാരം. ഉഴവൂർ വിജയന്റെ പേരിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനും NLC സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ ഉഴവൂർ വിജയന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിച്ച് ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട CPIയുടെ സംസ്ഥാന സെക്രട്ടറി മുൻമന്ത്രിയുമായ പ്രിയപ്പെട്ട ശ്രീ സഖാവ് ബിനോയ് വിശ്വം, ജനതാദളിന്റെ സമരതനായ നേതാവ് ശ്രീ മാത്യു ടി തോമസ്, പ്രിയപ്പെട്ട ശ്രീ TV ബേബി, സുഭാഷ് പഞ്ചക്കോട്ടിൽ ഒക്കെ അടക്കമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളായ നേതാക്കളെ, KPCC സെക്രട്ടറി ടോമി കല്ലാനി അടക്കമുള്ള പ്രിയപ്പെട്ട വിവിധ നേതാക്കന്മാർ, സ്നേഹമുള്ള സാഹചര്യം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അത് ഏറ്റവും വിലപ്പെട്ട കാര്യമായി ഞാൻ കരുതുകയാണ്. ഇപ്രാവശ്യം ഉഴവൂർ വിജയന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ നമ്മുടെ ഈ പുരസ്കാരം പ്രിയപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം ഏറ്റുവാങ്ങി അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഉഴവൂർ വിജയന്റെ പവിത്രമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സമുന്നതരായ നേതാക്കളെല്ലാം സംസാരിക്കാനിരിക്കുന്ന വേദി എന്ന നിലയിൽ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കാതെ ഞാനും എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഞങ്ങളെല്ലാം ആദ്യം എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഉപദ്രവിക്കാതെ സ്നേഹപൂർവ്വം സംരക്ഷിച്ചിട്ടുള്ള നല്ല മനസ്സ് ഉഴവൂർ വിജയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. അതെല്ലാം നന്ദിപൂർവ്വം കടപ്പാടോടെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. ഏറ്റവും ബഹുമാനിലെ വേദിയിലും സദസ്സിലുമുള്ള കഴിഞ്ഞ 8 വർഷക്കാലമായി ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന 2 വിദ്യാർത്ഥികൾക്ക് വിജയൻ സ്മാരക, അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന NLCയുടെ, ആ NLCയുടെ നാമധേയത്തിൽ കൊടുക്കുന്ന ഒരു അവാർഡുണ്ട്. അതെല്ലാ വർഷവും ശ്രീ മോൻസി MLA ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഏത് സമയത്തും കഴിഞ്ഞ 8 വർഷക്കാലമായി ഞങ്ങളോടൊപ്പം ഇവിടെ പങ്കാളിയാകുന്നുണ്ട്.
ഈ പ്രാവശ്യം അവാർഡിന് അർഹരായിട്ടുള്ളത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാർക്ക് മേടിച്ച ആൺകുട്ടി ഗിരിനാഥ് വി, അദ്ദേഹം പിതാവിനോടൊപ്പം അവാർഡ് ഏറ്റുവാങ്ങുന്നു.